മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള വർഗീയ ശക്തികളുമായി കൈകോർക്കുന്ന കോൺഗ്രസ് ഒരു കാലത്ത് ലീഗിനെ അകറ്റി നിർത്തിയിരുന്നു. മുസ്ലിം ലീഗ് മതശക്തി എന്ന് ചൂണ്ടിക്കാട്ടിയാണ് അടുക്കാതിരുന്നത്. കോൺഗ്രസുകാർ CH മുഹമ്മദ് കോയയുടെ തൊപ്പി ഊരിച്ചത് പറയും രാഷ്ട്രീയ നിരീക്ഷകർ. അഡ്വക്കേറ്റ് A ജയശങ്കർ. ഇനി കാണാം അക്കാലം. ആയിരത്തി 1959 വിമോചന സമരകാലത്താണ് ഈ സോഷ്യലിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും മുസ്ലിം ലീഗും ഒരു കൊടിക്കീഴിൽ ഒരുമിച്ച് പോരാടുന്ന കാഴ്ച നമ്മൾ കണ്ടു. 1960 ഇവർ മുക്കൂട്ട് മുന്നണിയായിട്ട് മത്സരിച്ചു. ഭൂരിപക്ഷം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇവർ മന്ത്രിസഭയിൽ എടുക്കാനായിട്ട് കോൺഗ്രസ് കൂട്ടാക്കിയില്ല. കാരണം ലീഗ് പോലെ ഒരു വർഗീയ പാർട്ടിയുമായിട്ട് കൂട്ടുചേരുന്നത് കേരളത്തിൽ കുഴപ്പമുണ്ടാക്കിയില്ലെങ്കിലും വടക്കേ ഇന്ത്യയിൽ ഒരു വലിയ വിഷയമാകും എന്നൊരു ഭയപ്പെട്ടു. അതുകൊണ്ട് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതൃത്വം ഈ സഖ്യമായിട്ട് മുന്നോട്ട് പോരുത് എന്ന് പ്രാദേശിക നേതാക്കന്മാരെ താക്കീത് ചെയ്തു. പക്ഷേ ആർ ശങ്കറിനോ PT ചാക്കോയ്ക്കോ അങ്ങനെ പിന്മാറാൻ പറ്റുമായിരുന്നില്ല. അതുകൊണ്ട് അവർ KM സീതി സാഹിബിനെ സ്പീക്കറാക്കി മന്ത്രിസ്ഥാനം നിഷേധിക്കുകയും ചെയ്തു. സീതി സാഹിബ് മരിച്ചപ്പോൾ ആ സ്ഥാനത്ത് CH മുഹമ്മദ് കോയയെ സ്പീക്കറാക്കി. അപ്പോൾ പിന്നെയും കുരുക്കുകളുണ്ടായി. കാരണം ഒരു ലീഗുകാരനെ സ്പീക്കറായിട്ട് എടുക്കുന്നത് പോലും ശരിയല്ല എന്ന നിലപാട് ആ സമയമായപ്പോഴത്തേക്കും അഖിലേന്ത്യാ കോൺഗ്രസ് നേതൃത്വത്തിലുണ്ട്. പ്രത്യേകിച്ച് കോൺഗ്രസ് പ്രസിഡൻ്റായിരുന്ന സഞ്ജീവ് റെഡ്ഡി ഉറച്ച നിലപാടുകാരനായിരുന്നു. അതേ തുടർന്ന് ലീഗ് പാർട്ടിയിലെ മെമ്പർ സ്ഥാനം അംഗത്വം രാജിവെച്ചിട്ടാണ് CH മുഹമ്മദ് കോയ സ്പീക്കറായത്. അതുകൊണ്ടാണ് CH തൊപ്പി ഊരി സ്പീക്കറായി എന്ന് പറഞ്ഞത്. പക്ഷേ മാസങ്ങൾക്ക് ശേഷം അദ്ദേഹം രാജിവെച്ചു. കാരണം ലീഗുമായിട്ട് ഒരു തരത്തിലുള്ള ബന്ധവും പാടില്ല. 62 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ അത് വലിയ വിഷയമാകും. വടക്കേ ഇന്ത്യയിൽ ഈ ജനസംഘം പോലുള്ള പാർട്ടികൾ, ഈവൻ സോഷ്യലിസ്റ്റ് പാർട്ടിക്കാർ തന്നെയും ലീഗുമായിട്ടുള്ള ബാന്ധവം ഒരു ചർച്ചാ വിഷയമാക്കും എന്ന് തോന്നിയതുകൊണ്ടാണ് ഓൾ ഇന്ത്യ കോൺഗ്രസ് ലീഡർഷിപ്പ് അങ്ങനെ ഒരു തീരുമാനമെടുത്തത്. അതേ തുടർന്ന് CH സ്പീക്കർ സ്ഥാനം രാജിവെച്ചു. പിന്നീട് അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ട് ഒരു നീക്കുപോക്കുണ്ടാക്കി. അത് പരസ്യമായൊരു ധാരണയൊന്നും ആയിരുന്നില്ല, ഒരു രഹസ്യ ധാരണ ഉണ്ടാക്കി. അത് കഴിഞ്ഞ് 65 തെരഞ്ഞെടുപ്പിൽ മാർക്സിസ്റ്റ് പാർട്ടിയുമായിട്ട് ഇതുപോലെ രഹസ്യ ധാരണ ഉണ്ടാക്കി. 67 ആയപ്പോഴത്തേക്കും പരസ്യമായ ധാരണ ഒരു സഖ്യത്തിൻ്റെ ഭാഗവുമായി. ഈ തെരഞ്ഞെടുപ്പ് സഖ്യം ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ നമ്പൂരിപ്പാട് ലീഗിന് ഉറപ്പ് കൊടുത്തിരുന്നു, സപ്തകക്ഷി മുന്നണി അധികാരത്തിൽ വരികയാണെങ്കിൽ ലീഗിന് 2 മന്ത്രിസ്ഥാനം നൽകാം എന്നത്. അങ്ങനെയാണ് അഹമ്മദ് കുരിക്കളും CH മുഹമ്മദ് കോയയും മന്ത്രിമാരായത്. അങ്ങനെയാണ് ആദ്യം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, പിന്നീട് മലപ്പുറം ജില്ലയും ഉണ്ടായത്. ഇത് രണ്ടും ഉണ്ടായതിനു ശേഷമാണ് മാർക്സിസ്റ്റ് പാർട്ടിയും ലീഗ് തമ്മിലുള്ള ബാന്ധവം കുഴപ്പത്തിലായതും അവർ RSPയുടെയും CPIയുടെയും കൂടെ കുറുമുന്നണിയിലേക്ക് മാറി. അതിനെ തുടർന്നാണ് 69 അച്യുതമേനോൻ്റെ മന്ത്രിസഭയിൽ മുഹമ്മദ് കോയയ്ക്ക് ആഭ്യന്തര വകുപ്പ് കിട്ടിയത്. തുടർന്നും ലീഗ് കേരളത്തിലെ മുന്നണി രാഷ്ട്രീയത്തിലെ ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ട് മാറി. ലീഗ് ക്രമാനുഗതമായിട്ട് അതിൻ്റെ ശക്തി വർദ്ധിപ്പിച്ചു. മലബാറിൽ മാത്രമല്ല, തിരുവിതാംകൂർ, കൊച്ചി ഭാഗത്തേക്കും അവരുടെ സ്വാധീനം ക്രമാനുഗതമായിട്ട് വർദ്ധിച്ചു. മുസ്ലിങ്ങളുടെ ഏക ബാർഗൈനിങ് ഏജൻ്റായിട്ട് അവർ മാറി. അഡ്വക്കേറ്റ് ജയശങ്കറിനെ പോലെയുള്ള ആളുകൾ പറയുമ്പോഴാണ് ഇപ്പോഴത്തെ തലമുറ പഴയ രാഷ്ട്രീയ ചരിത്രങ്ങളൊക്കെ അറിയുന്നത്. കോൺഗ്രസ് മുസ്ലിം ലീഗിനെയൊക്കെ എത്രമാത്രം നേരത്തെ അകറ്റി നിർത്തിയിരുന്നു എന്ന് അദ്ദേഹം കൃത്യമായി അതിൻ്റെ കണക്കുകൾ, അതിൻ്റെ ആ ഡേറ്റുകൾ സഹിതം അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. അധികാരികമായി ഓർപ്പിക്കുന്നു. അതെ.